അല്പസമയം ശ്രീ കുട്ടൻ വൈദ്യർ സ്മാരക ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒത്തുകൂടുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എത്ര വർഷമായി എന്നൊന്നും ഓർമ്മയില്ല, ഈ ഹരിപ്പാട് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ഗോലോകാനന്ദ സ്വാമികൾ ഉള്ള കാലം എന്തോ ഒരാവശ്യത്തിന് സ്വാമിജിയെ കാണാൻ അവിടെ വന്നപ്പോൾ സ്വാമിജിയുടെ കൂടെ ഈ ശ്രീ കുട്ടൻ വൈദ്യരെ പരിചയപ്പെടുകയുണ്ടായി. അന്നേറെ സംസാരിച്ചു. ഒരു സാംസ്കാരിക കൂട്ടായ്മ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പിന്നീട് ഏറെ താമസിയാതെ വീണ്ടും അദ്ദേഹം സമീപിച്ചു. ഒരു പ്രഭാഷണമൊക്കെ വേണം എന്നാവശ്യപ്പെട്ടു. ഓർമ്മ ശരിയാണെങ്കിൽ ഡേറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ അതിൻ്റെ ഇടയ്ക്കൊരു തടസ്സം, ശാരീരികമായിട്ടുള്ള ക്ലേശമാണോ എന്താണെന്നറിയില്ല, എന്തായാലും അത് നടന്നില്ല. അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ സ്മൃതി സജീവമായി നിലനിർത്താൻ അതിനനുസൃതമായ വ്യത്യസ്ത പ്രവർത്തനങ്ങളെ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഈ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഒത്തുചേരാനിടയായത്. ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ സ്മൃതിക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്നിവിടെ ഒത്തുചേരുന്ന സമയത്ത് ഇവിടെ ഒരു വിഷയം വെച്ച് കാണുന്നുണ്ട്. ഹിന്ദു ധർമ്മ സംസ്കാരം എന്ന്. ഒരു ധർമ്മം എന്ന് മതി, പോരെങ്കിലൊരു സംസ്കാരം എന്ന് മതി. രണ്ടും കൂടി ആവുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. അല്ലെങ്കിൽ ഹിന്ദുധർമ്മം ഒരു സംസ്കാരം എന്നായാൽ കേമായി, അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം ഒരു ധർമ്മം എന്ന് പറഞ്ഞാലും ശരിയാ. ഹിന്ദു ഒരു ധർമ്മ സംസ്കാരം എന്ന് പറയുമ്പോൾ ധർമ്മശബ്ദവും സംസ്കാര ശബ്ദവും വ്യത്യാസമുണ്ടെങ്കിലും ഏറെക്കുറെ സമാനാർത്ഥകങ്ങളാണ്. ഹിന്ദു എന്നുള്ളത് പ്രത്യേകിച്ചൊരർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. പ്രയോഗം കൊണ്ട് രൂഢമായി തീർന്ന ഒരു ശബ്ദമാണ്. ചിലർ ഹിന്ദു ശബ്ദത്തിന് വ്യാഖ്യാനമൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്കൃത ശബ്ദമായി അതിനെ എടുത്ത് അതിന് നിർവചനം കൊടുക്കാനൊക്കെ പലരും ശ്രമിച്ചിട്ടുണ്ട്. അതെത്രമാത്രം സ്ഥാനത്താണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആരംഭത്തിലേ പറഞ്ഞത് പ്രയോഗം കൊണ്ട് രൂഢമായ ശബ്ദമാണ് ഹിന്ദു എന്നുള്ളത്. ധർമ്മം, സംസ്കാരം, ഈ പദങ്ങളെ മാത്രം നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. ആഴത്തിൽ പോകുന്നില്ല, ഒന്ന് പരിചയപ്പെടാം. ധർമ്മശബ്ദം എത്ര വ്യാഖ്യാനിച്ചാലും തീരാത്ത, എത്ര കാലം നമ്മൾ ചേർന്നിരുന്നാലും വ്യാഖ്യാനിച്ച് തീർക്കാൻ കഴിയാത്ത ചെറിയ ഒരു പദമാണ്. എന്നാൽ പലപ്പോഴും ഈ ശബ്ദത്തെ സംബന്ധിച്ച് തന്നെ നമുക്ക് തെറ്റിദ്ധാരണയുള്ളത്.
നമ്മൾ ഉത്തരഭാരതത്തിലോ മധ്യ പശ്ചിമ ഭാരതത്തിലൊക്കെ പോയി ധർമ്മം എന്ന് പ്രയോഗിച്ചാൽ പ്രായേണ അതിൻ്റെ അർത്ഥമായിട്ട് അവർ മനസ്സിലാക്കുക അഥവാ വിവക്ഷിക്കുക റിലിജിയൻ എന്നുള്ളതിനെയാണ്. ധർമ്മശബ്ദത്തിന് ഉത്തര പശ്ചിമ മധ്യ ഭാരതത്തിലൊക്കെ റിലിജിയൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതിന് തുല്യമായ അർത്ഥമാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ പൊതുവെ ഇക്കാലത്ത് ശബ്ദപ്രയോഗം കുറഞ്ഞിട്ടുണ്ട്. സമാധാനം. കാരണം മുൻകാലത്ത് പ്രയോഗിച്ചത് അത്യബദ്ധമായിട്ടാണ്. ഉദാഹരണത്തിന് വീട്ടിലാരെങ്കിലും ഭിക്ഷയ്ക്ക് വന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പോഴാണ് പറയുക ധർമ്മക്കാരൻ വന്നിട്ടുണ്ട്, ധർമ്മം കൊടുത്തോളൂ എന്നൊക്കെ. ധർമ്മം കൊടുക്കണം കേട്ടോ, ധർമ്മം കൊടുക്കണ വലിയ പുണ്യ എന്നൊക്കെ. ഈ രണ്ടും തെറ്റാണ്. ധർമ്മമെന്ന് പറഞ്ഞാൽ റിലിജിയൻ അല്ലേ അല്ല, ഒരു ബന്ധവും ഇല്ല. ഇനി അതുപോലെ കൊടുക്കേണ്ടതാണോ? ഒരിക്കലും അല്ല. നമുക്ക് എന്തും കൊടുക്കാം, തന്നെ കൊടുക്കാം. പക്ഷെ ഒരിക്കലും കൊടുക്കരുതാത്ത, ഒരിക്കലും കൈവിടരുതാത്ത, സദാ ധരിക്കേണ്ടുന്ന എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് ധർമ്മമാണ്. പക്ഷെ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ദാനം, ഭിക്ഷ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ധർമ്മശബ്ദത്തെ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. അതുപോലെ തന്നെയാണ് ധർമ്മവും റിലിജിയനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഒരു ബന്ധവും ഇല്ല എന്ന് മാത്രമല്ല, അവ വിഭിന്നങ്ങളാണ്. ഏതുപോലെ എന്ന് ചോദിച്ചാൽ സ്വാഭാവിക വനവും തോട്ടവും പോലെ എന്നാണ് മറുപടി. സ്വാഭാവിക വനം, കാട് നമുക്കൊക്കെ അറിയാം. കാട് കാണാത്തവരുണ്ടാവില്ല. എന്താ കാട്? കാട് അനേക പ്രകാരത്തിൽപ്പെട്ട ആയിരക്കണക്കിന് വൃക്ഷങ്ങൾ, സസ്യജാലങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, പുൽവർഗ്ഗങ്ങൾ, മറ്റ് ജന്തുജാലങ്ങൾ എല്ലാം ഒന്നിച്ച് സ്നേഹപൂർവം സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് കാട് അഥവാ സ്വാഭാവിക വനം. അവിടെ വ്യത്യസ്ത പ്രകാരത്തിൽപ്പെട്ട സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, പുൽവർഗ്ഗങ്ങൾ, ജന്തുക്കൾ ഒന്നിച്ച് സഹവസിക്കുകയാണ്. അതാണ് നമ്മൾ കാടെന്ന് പറയുമ്പോൾ. അത് ശ്യാമളമെന്ന പോലെ ശീതളവുമാണ്. ശരി, ഇനി ഈ സ്വാഭാവിക വനത്തിലെ വൃക്ഷങ്ങളെ മുഴുവൻ നമ്മൾ നവീന യന്ത്രോപകരണങ്ങൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റിയെന്ന് വിചാരിച്ചോളൂ. അനന്തരം വേരോടുകൂടെ പിഴുതെടുത്തു എന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് നവീന യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭൂമി നിരപ്പാക്കിയെന്ന് വിചാരിച്ചോളൂ. എന്നിട്ട് തുല്യ അകലത്തിൽ കുഴിയെടുത്തു എന്ന് വിചാരിച്ചോളൂ. എന്നിട്ടോ അതിലൊക്കെ വൃക്ഷത്തൈകൾ നട്ട് പിടിപ്പിച്ചു എന്ന് വിചാരിച്ചോളൂ. വെള്ളവും വളവും കൊടുത്തു, കളയെ പറിച്ച് മാറ്റി, മറ്റു ജന്തുക്കളത് തിന്നുന്നതിൽ നിന്ന് അതിനെ സംരക്ഷിച്ചു. കുറച്ച് കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അത് വളർന്ന് നിറയെ പച്ചപ്പുള്ള ശ്യാമളമായൊരു തോട്ടമായി മാറും. അത് തോട്ടമാണ്, ഒരിക്കലും കാടല്ല, ഒരിക്കലും അത് വനമല്ല, ഒരിക്കലും വനമല്ല.
അത് തോട്ടമാണ്. എന്താ തോട്ടത്തിൻ്റെ സ്വഭാവം? തോട്ടത്തിൽ ഒരു വിളയും മറ്റെല്ലാം കളയുമാണ്. വിള ഒന്ന്, മറ്റെല്ലാം കള. വനത്തിലോ? വനത്തിൽ വിളയുമില്ല, കളയുമില്ല. എല്ലാം സ്നേഹപൂർവ്വം ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ്. ഈ വനത്തിൻ്റെയും തോട്ടത്തിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാം, ധർമ്മം അഥവാ സംസ്കാരം സ്വാഭാവിക വനം പോലെയാണ്. മതം അഥവാ റിലീജിയൻ തോട്ടമാണ്. ഒന്നിനു വേണ്ടി ഒന്നിലൂടെ ഒന്നിന് മാത്രം വേണ്ടി, ഒന്ന് മാത്രമാണ് വിള, ബാക്കിയെല്ലാം കളയാ. ആ തോട്ടത്തിൻ്റെ മനസ്സാണ് മതത്തിൻ്റെ മനസ്സ്. ധർമ്മമോ? നീ നിൻ്റെ വിശ്വാസങ്ങളിൽ കഴിഞ്ഞുകൊള്ളൂ, നീ നിൻ്റെ ആചാരങ്ങളെ പുലർത്തിക്കൊള്ളൂ, ഞാൻ എൻ്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും കഴിയുന്നു. എന്നാൽ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ തിരിച്ച് സ്നേഹിച്ചോളണമെന്ന് എനിക്കില്ല, പക്ഷെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ ആചാരങ്ങൾ ഭിന്നങ്ങളാണ്, നിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഭിന്നങ്ങളാണ്, പക്ഷെ ഞാൻ നിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിക്കുന്നു, ആദരിക്കുന്നു. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി പരസ്പരം ചേർന്ന് ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക വനം പോലെയാണ് ധർമ്മവ്യവസ്ഥ. തോട്ടക്കാരൻ എപ്പോഴും ഈ വനം നശിപ്പിച്ച് വെട്ടിമുറിച്ച് നിരപ്പാക്കി അവിടെ ഏകവിള നട്ട് വളർത്താനുള്ള ചിന്തയാണ് ഉണ്ടാവുക. ഏകവിളയുടെ മനഃശാസ്ത്രമാണത്, മറ്റെല്ലാം കളയാണ്. വാസ്തവത്തിൽ ധർമ്മവും മതവുമുള്ള വ്യത്യാസം ഒരാൾ ചോദിച്ചാൽ ഇതാ മറുപടി. ശൈവമോ വൈഷ്ണവമോ ശാക്തേയമോ ഗാണപത്യമോ സൗരമോ സ്കാന്തമോ എന്തോ ആവട്ടെ, ഇനി ഇതിൻ്റെ അനുവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിൽ ഇന്ന് പറയപ്പെടുന്ന ഏതോ മതമാകട്ടെ, ഏത് രാജ്യത്ത് ആവിർഭവിച്ചതോ ആകട്ടെ, എത്ര വിഭിന്നങ്ങളായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സൂക്ഷിക്കുന്നതോ ആകട്ടെ, എല്ലാവർക്കും അവരവരുടേതായ വഴി, പക്ഷെ എല്ലാം ഒന്നിച്ച് സ്നേഹപൂർവ്വം സഹവസിക്കുകയാണ് വേണ്ടത്. ഈ ഒരു കാഴ്ചപ്പാട് ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ എന്ത് ചെയ്യാം, പലപ്പോഴും റിലീജിയൻ എന്നുള്ളതിന് തുല്യമായിട്ടാണ് ധർമ്മശബ്ദത്തെ മധ്യ ഉത്തര പൂർവ എന്ന് പറയാൻ വയ്യ. പൂർവ്വ ഭാരതത്തിൽ ധർമ്മശബ്ദ പ്രയോഗം കുറവാണ്, പശ്ചിമ ഭാരതത്തിലൊക്കെ പ്രയോഗിക്കുന്നത്. ഇവിടെ അട കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ രണ്ടും ശരിയല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ധർമ്മം എന്താ ധർമ്മം എന്ന് പറഞ്ഞാൽ? വാസ്തവത്തിൽ ധർമ്മം ഈ പ്രപഞ്ചത്തിൻ്റെ താളമാണ്. വാസ്തവത്തിൽ ധർമ്മം ഈ പ്രപഞ്ച വ്യവസ്ഥയാണ്. ആ അർത്ഥത്തിൽ ധർമ്മത്തെ മനസ്സിലാക്കി നോക്കൂ. എന്തൊരു സുന്ദരമാണ് ഈ ലോകം.